ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളിന് ശേഷം ഞാൻ എൻ്റെ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിളും മാങ്കോയും വെച്ചിട്ട് ഒരു പായസമാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ തരം മാങ്ങയാണ്. ഇതിൻ്റെ ഇതേ തരത്തിൽ 2 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾക്ക് ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിനുശേഷം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ഇട്ട് കൊടുക്കുക. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. കഴിയുമ്പോൾ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് മാങ്ങയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് പീസാക്കി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് നെയ്യിൽ വരട്ടിയെടുക്കണം. അപ്പൊ ഒന്ന് വരട്ടിയെടുക്കാം. മാങ്ങ ഒരു പകുതി ഇതാവുമ്പോൾ നമ്മൾ ഒരു ഇടത്തരം പൈനാപ്പിളിന്റെ അര പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് ഇതേ രീതിയിൽ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനെയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ട് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വരുമ്പോൾ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് ശർക്കരയുടെ പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പൊടി അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഉരുക്കി അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇത് ശർക്കരയുടെ പൊടി ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്കങ്ങ് ചേർക്കാവുന്നതാണ്. ഇനി ശർക്കരയിൽ ഇത് വയണ്ട് നല്ലപോലെ കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ശർക്കരയിൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? കുറച്ച് ചവ്വരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചവ്വരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി 1-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2-ാം പാല് 1-ാം പാലെന്നാണ് പറഞ്ഞത്. 1-ാം പാലല്ല, 2-ാം പാല്. ഞാനൊരു 2.5 ഗ്ലാസ് 2-ാം പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം നല്ല പോലെ 2-ാം പാലിൽ കിടന്ന് വെന്ത് നമ്മുടെ ചോരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1-ാം പാലും കൂടെ ആഡ് ചെയ്യുന്നു. ഒരു 1.5 ഗ്ലാസ് 1-ാം പാലുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ ഒഴിച്ചു. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പൈനാപ്പിൾ പായസം റെഡി ആയിരിക്കുന്നു.
എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാമ്പഴ പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിന്റെ കമന്റ്സ് പറയുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.